നമ്മളിപ്പോൾ സ്കൂളുകളിൽ അധ്യാപകർ വിരമിച്ച് അവരുടെ കാലാവധി പൂർത്തിയാക്കി പോകുമ്പോൾ കുട്ടികൾ ചിലപ്പോൾ സ്നേഹ സമ്മാനങ്ങൾ നൽകും, അല്ലെങ്കിൽ സഹ അധ്യാപകർ പോകുന്ന ആൾക്ക് ഒരു വിളക്ക് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സമ്മാനങ്ങളൊക്കെ നൽകും. പക്ഷേ ഒരു അധ്യാപകൻ താൻ വിരമിച്ചു പോവുകയാണ്. താൻ ഇത്രയും കാലം തൻ്റെ ഒരു വീട് പോലെ തന്നെ സ്നേഹിച്ച, തൻ്റെ കുട്ടികളെ പോലെ തന്നെ സ്നേഹിച്ച കുട്ടികളുള്ള ഒരു വിദ്യാലയം. അപ്പോൾ ആ വിദ്യാലയത്തിൽ നിന്ന് പടിയിറങ്ങുമ്പോൾ ആ വിദ്യാലയത്തിന് അങ്ങോട്ടെന്തെങ്കിലും കൊടുത്താലോ എന്നാണ് അദ്ദേഹം ആലോചിച്ചത്. അപ്പോൾ അങ്ങനെ ആലോചിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ ഒരു അധ്യാപകൻ കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ പകർന്നു നൽകുന്ന അക്ഷരങ്ങളാണ്, അറിവാണ് അപ്പോൾ എങ്കിൽ ആ അക്ഷരങ്ങളും അറിവുകളും കൂടുതൽ അല്ലെങ്കിൽ അത് വർദ്ധിപ്പിക്കാൻ പറ്റുന്ന ഒരു വലിയ ഒരു സാഹചര്യം അവർക്ക് ഉണ്ടാക്കി കൊടുത്താലോ എന്ന് അദ്ദേഹം ചിന്തിച്ചു. അങ്ങനെ കുറച്ച് കുരുന്നുകൾക്ക് വലിയ ഒരു വായന കൂടാരം തുറന്നു കിട്ടുകയാണ്. പറഞ്ഞു വരുന്ന കാഞ്ഞങ്ങാട് കടപ്പുറത്തെ PPTS ALPS സ്കൂളിലെ ഒരു അധ്യാപകനെക്കുറിച്ചാണ്. അവിടുത്തെ പ്രധാന അധ്യാപകനാണ് രാജീവൻ. അദ്ദേഹം അങ്ങനെ തൻ്റെ ചുമതല ഔദ്യോഗിക ചുമതല കഴിഞ്ഞ് പിൻവാങ്ങുമ്പോൾ കുട്ടികളിലെ വായനാശീലം അത് പിൻവാങ്ങാതിരിക്കാൻ, അത് വീണ്ടും മുന്നോട്ട് പോകാൻ ഒരു വായന കൂടാരം ഒരുക്കി നൽകി. നിരവധി പുസ്തകങ്ങൾ അടുക്കിവെച്ച മനോഹരമായൊരു വായനക്കൂടാരം. അതിനു ചുറ്റും പൂമ്പാറ്റകളെപ്പോലെ പാറി നടക്കുന്ന കുട്ടികൾ. ഈ ഒരു കാഴ്ചയാണ് സ്കൂൾ മുറ്റത്തെത്തുമ്പോൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുക. വിരമിക്കുന്നതിന് മുൻപായി തൻ്റെ പ്രിയപ്പെട്ട വിദ്യാലയത്തിനും കുട്ടികൾക്കുമായി എന്ത് ചെയ്യാൻ കഴിയുമെന്ന രാജീവൻ മാഷിൻ്റെ ചിന്തകളാണ് ഒടുവിൽ വായനക്കൂടാരമായി പരിണമിച്ചത്. എന്തെങ്കിലും കുട്ടികൾക്ക് ചെയ്യാന്നുള്ളൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു. അതിൽ ഏറ്റവും നമുക്ക് തോന്നിയപ്പം വായന കുറവാണ്. അപ്പോൾ വായന പ്രോത്സാഹിപ്പിക്കാന്നുള്ള ഉദ്ദേശം. അപ്പോൾ കുട്ടികളിപ്പം ഒഴിവ് സമയങ്ങളിൽ അവർ വന്നിട്ട് അവർക്ക് ഇഷ്ടമുള്ള പുസ്തകങ്ങൾ വായിക്കുന്നു. കുട്ടികളെ വളരെ സന്തോഷത്തിലാണ്, ഹാപ്പിയാണ്. അമർചിത്രകഥകളും 1001 രാവുകളും ഗുണപാഠ കഥകളും നിറഞ്ഞ വായനക്കൂടാരത്തെക്കുറിച്ച് പറയാൻ കുട്ടികൾക്കും 100 നാവാണ്. നല്ല അടിപൊളിയാണ്. എനിക്ക് നല്ലതിൽ വായിക്കാനും കിട്ടിയിരുന്നു. പിന്നെ ഹെഡ് മാഷ് ഉണ്ടാക്കിയത് എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമുക്ക് ഇങ്ങനെ നമ്മളുടെ വായനാശീലം ഇങ്ങനെ വളർത്തിയെടുക്കാൻ പറ്റും. ഇനിയും കൂടുതൽ അധ്യാപകർ തങ്ങളെ മാതൃകയാക്കണമെന്നതാണ് രാജീവൻ മാഷിൻ്റെയും സഹപ്രവർത്തകരുടെയും ആഗ്രഹം. മാതൃഭൂമി ന്യൂസ്, കാസർഗോഡ്. നമ്മൾ വായനക്കൂടാരം എന്ന് പറഞ്ഞെങ്കിലും വായനാ വീടെന്നാണ് അവർ അതിനിട്ടിരിക്കുന്ന പേര്. ആ കുട്ടികളുടെ ഒരു സംസാരത്തില്ല ഒരു സന്തോഷം നമുക്ക് പ്രകടമാണ്. അപ്പോൾ സാരംഗ് സുരേഷ് പറയും, സാരംഗ് അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് നൽകാൻ എന്ന് ചിന്തിച്ചപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു അധ്യാപനം നൽകാൻ കഴിയുക നല്ല പുസ്തകങ്ങൾ തന്നെയാണ്. അത് അദ്ദേഹം നൽകി. കുട്ടികൾ സന്തോഷത്തോടെ സ്വീകരിക്കുന്നു. നല്ല ശീലങ്ങൾ തുടരട്ടെ അല്ലേ? പലപ്പോഴും നമ്മൾ കാണാറുണ്ട് സ്കൂളിലെ അധ്യാപകരൊക്കെ തന്നെ റിട്ടയറായി പോകുന്ന സമയത്ത് കുട്ടികളോടൊക്കെ തന്നെ ഏറെ വൈകാരികമായ ബന്ധം സൂക്ഷിക്കുന്ന ആളുകളൊക്കെ തന്നെ ആ ഒരു രീതിയിൽ കുട്ടികൾക്ക് എന്തെങ്കിലും സമ്മാനം നൽകിക്കൊണ്ട് പോകുന്ന കാഴ്ച, അത് ചിലപ്പോൾ ക്ലാസ് റൂമുകൾ ആധുനികവൽക്കരിക്കുന്നതാവാം, അല്ലെങ്കിൽ വായനശാലയിലേക്ക് കൂടുതൽ പുസ്തകങ്ങൾ നൽകുന്നതാവാം. ഇപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് കാസർഗോഡ് ജില്ലയ്ക്കകത്ത് ഏറ്റവും കൂടുതൽ സ്കൂളുകളിൽ കാണുന്ന ഒരു കാഴ്ചയാണ് വായനക്കൂടാരം ഒരുക്കി കുട്ടികളെ വായനയുടെ ലോകത്തേക്ക് തിരിച്ചെത്തിക്കുക എന്നത്. കാരണം തിരിച്ചെത്തിക്കുക എന്ന് ഞാൻ പ്രത്യേകം എടുത്തു പറയാനുള്ള കാരണം, ഒരു തലമുറ കൃത്യമായിട്ട് നമ്മുടെയൊക്കെ തന്നെ തലമുറ കൃത്യമായി പുസ്തകമൊക്കെ തന്നെ വായിച്ചു പോയതാണ്. പിന്നീട് അത് സ്മാർട്ട് ഫോണിലേക്ക് വന്നു. പിന്നെ എല്ലാവരും മടിയന്മാരായി മാറി. പുസ്തകങ്ങൾ വായിക്കാൻ പൊതുവെ മടി വന്നു എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ആ ഒരു സമയത്ത് കുട്ടികളെ വീണ്ടും വായനയുടെ ലോകത്തേക്ക് എത്തിക്കാനായിട്ടാണ് രാജീവൻ മാഷ് ഇങ്ങനെ ഒരു ആശയവുമായിട്ട് മുന്നോട്ടേക്ക് വരുന്നത്. കൂടെയുള്ള സഹപ്രവർത്തകരെല്ലാവരും തന്നെ പിന്തുണച്ചു. അങ്ങനെ അത് വലിയൊരു ആഘോഷമായി മാറി. അതിൻ്റെ നിർമ്മാണം, അതിൻ്റെ ഉദ്ഘാടനവും, നാടിൻ്റെ വായനക്കൂടാരത്തിൻ്റെ ഉദ്ഘാടനമായ രീതിയിൽ നാടിൻ്റെ സ്കൂളിൻ്റെയൊക്കെ തന്നെ ഒരു ഉത്സവമായിട്ട് മാറി. ഹോസ്ദുർഗ് AEO തന്നെയാണ് അവിടെ എത്തിയിട്ട് അത് തുറന്നു നൽകിയത്. മാത്രമല്ല അതിൽ ഏറ്റവും ഒരു യാദൃച്ഛികതയാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ മാഷിനെ ഒന്നുകൂടി അടയാളപ്പെടുത്താൻ ഉണ്ടായിട്ടുള്ള ഒരു അവസരമാണോ എന്ന് അറിയില്ല. കാരണം മാഷിൻ്റെ പിറന്നാൾ ദിനത്തിലാണ് ഈ ഒരു വായനക്കൂടാരം കുട്ടികൾക്കായിട്ട് സ്കൂളിനായിട്ട് തുറന്നു നൽകിയത്. എന്തായാലും കുട്ടികൾ വലിയ ആവേശത്തിലാണ്. കാരണം അവർക്ക് ഇഷ്ടപ്പെട്ട പുസ്തകങ്ങളൊക്കെ തന്നെ ഒരു കുടക്കീഴിൽ കിട്ടുകയാണ്. അതുമാത്രമല്ല ഒരു ലൈബ്രറിയുടെ ഔപചാരികതയൊന്നും തന്നെ അവിടെ ഇല്ല. കാരണം എങ്ങനെ വേണമെങ്കിലും കുട്ടികൾക്ക് ഇഷ്ടമുള്ള പുസ്തകങ്ങൾ എടുക്കാം. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു ഇഷ്ടപ്പെട്ട പുസ്തകത്തിന് വേണ്ടിയിട്ട് അടികൂടി പുസ്തകങ്ങൾ കീറാതിരിക്കുക എന്നുള്ള കാര്യമാണ്. എന്തായാലും കുട്ടികൾ ആ ഒരു രീതിയിലും കൂടെ കുട്ടികൾ ജീവിതം പഠിക്കുകയാണെങ്കിൽ എന്തായാലും നന്നായിരിക്കും.